പ്രിയമുള്ളവരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുക്കിങ്ങുമായിട്ടുള്ള അല്ലെ പുട്ട് ഉണ്ടാക്കുന്നതായിട്ടാണ്. പുട്ട് നമ്മൾ കഴിക്കുന്ന പ്രഭാതഭക്ഷണം അല്ലെ പുട്ട് ഉണ്ടാക്കുന്നതായിട്ടാണ്. ഇവിടെ ഇന്ന് ഉപയോഗിക്കുന്ന പുട്ടുപൊടിയുടെ ചെമ്പ പുട്ടുപൊടിയാണ്. ചെമ്പ പുട്ടുപൊടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെമ്പ പുട്ടുപൊടി വെച്ച് പുട്ടുണ്ടാക്കി കഴിക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ. ചെമ്പ അത് കുത്തരി പൊടിച്ചുണ്ടാക്കുന്നതാണെന്നാണ് പുഞ്ചേരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടനാടൻ പുഞ്ചേരി പൊടിച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്ന ചോയ്സ് എന്ന കമ്പനിയുടെ ഒരു ചമ്പ പുട്ടുപൊടി പാക്കറ്റാണ്. 1 കിലോയുടെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വെച്ച് നോക്കാമെന്നോർത്ത് ഒരു പുട്ടുണ്ടാക്കാമെന്നുള്ള പരിശ്രമത്തിലാണ്. അതിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇത് അവർ പറഞ്ഞിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളത്തിന് അല്ല 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുക എന്നുള്ളതാണ്. എന്നിട്ടൊരു 20 മിനിറ്റ് അത് പുട്ടുപൊടി കുതിരാനായിട്ട് വെക്കുക. ഇത് കഴിയുമ്പോൾ സാധാരണ നമ്മൾ പുട്ട് ചെയ്യുന്ന പോലെ തന്നെ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിതിപ്പോൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ നല്ല റിസൾട്ടാണ്. നല്ല ടേസ്റ്റും ഉണ്ടത്. ഓരോ കറികളൊന്നും ആവശ്യമില്ല, ചുമ്മാ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല, ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടാകാം. ഏതായാലും നമ്മളത് പാക്കറ്റ് പൊട്ടിച്ചു. പുട്ടുപൊടി എടുത്തതിനകത്ത് വെള്ളം പറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ വരുന്നുണ്ട്. ഇതാ പുട്ടുപൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് നല്ലൊരു ഭക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം ഒരാൾക്ക് ഒരു കുറ്റി പുട്ട്, അതായത് വളരെ പൊലിമയുണ്ട്. പൊടിക്ക് വളരെ പൊലിമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 200 ഗ്രാം പുട്ടുപൊടി മതിയാവും. ഒരു 2 പേരുള്ളൊരു വീട്ടിലേക്ക് 2 പേർക്കൊക്കെ ഒരു നേരം കഴിക്കാനായിട്ട് 200 ഗ്രാം 250 ഗ്രാം ആവശ്യം മതിയാവും. അത് വളരെ പൊലിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല പൊടിയായിട്ട് കിട്ടുന്നുണ്ട്. കൂത്ത് വെച്ച് കുറച്ചൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൂത്ത് വെച്ച് നല്ലപോലെ അത് പൊലിച്ച് വരുന്നുണ്ട് പൊടി. ചോയ്സ് പുതിയ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. മൈ ചോയ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഏതായാലും നല്ല ഫുഡാണ്. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. ഇതുണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത പ്രാവശ്യം ഈ കമ്പനിയുടെ തന്നെ പുട്ടുപൊടി ഒന്ന് മേടിച്ച് നോക്കുക. മൈ ചോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിച്ച്, ഏതായാലും എല്ലാ കമ്പനിക്കാരും ഇറക്കുന്നുണ്ടാവും. ചെമ്പ പുട്ടുപൊടി എന്ന് ചോദിച്ച് വാങ്ങുക കേട്ടോ. ചെമ്പ പുട്ടുപൊടി. ഓക്കെ, താങ്ക് യു. വീഡിയോ കണ്ടുവെങ്കിൽ വീണ്ടും മറക്കാതെ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിലും വീട്ടിൽ സഹകരിക്കണം. ഓക്കെ, താങ്ക് യു.